എൻ്റെ പേര് പ്രേമലേഖ. ആലപ്പുഴ ജില്ലയിലെ ബുധനൂർ പഞ്ചായത്തിൽ 14-ാം വാർഡിലാണ് താമസിക്കുന്നത്. എൻ്റെ പേര് ഷീന. ഞാൻ ചെങ്ങന്നൂർ താലൂക്കിലെ കാണ്ടനാട് വില്ലേജിലാണ് താമസിക്കുന്നത്. എൻ്റെ പേര് മെറീന മാത്യു. എൻ്റെ ജന്മസ്ഥലം ചേപ്പാട് ഏവൂർ എന്ന സ്ഥലത്താണ്. എൻ്റെ പേര് സിന്ധു. ഞാൻ ജനിച്ചത് കായംകുളത്താണ്. ബുധനൂർ പഞ്ചായത്തിലേക്ക് എന്നെ കല്യാണം കഴിച്ചുകൊണ്ട് വന്നതാണ്. സ്കൂൾ പഠനകാലത്തെ ഞാൻ സ്കൂളിലെ ഏറ്റവും മികച്ച ഒരു വിദ്യാർത്ഥിനിയായിരുന്നു. സ്കൂളിലെ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങി വിജയിച്ച വ്യക്തിയാണ്. അത് കഴിഞ്ഞ് പ്രീ ഡിഗ്രിയും പിന്നീട് പോളിടെക്നിക്കിലേക്കും യാത്രയായി. പിന്നെ പോളിടെക്നിക്ക് നല്ല രീതിയിൽ നല്ല വിജയ ശതമാനത്തോടുകൂടി പാസ്സായി. സ്കൂൾ വിദ്യാഭ്യാസ കാലഘട്ടത്തെ ഓർമ്മകളെന്ന് പറയുന്നത് കുട്ടിക്കാലത്ത് കൂട്ടുകാരുമായിട്ടുള്ള ഒരു മെമ്മറീസ്. അത് എൻ്റെ എല്ലാ കൂട്ടുകാരെയും പോലെ തന്നെ എനിക്കും നല്ല നല്ല ഓർമ്മകൾ. അതിനുശേഷം പ്ലസ് ടു അന്ന് പ്രീ ഡിഗ്രി കോളേജിൽ പമ്പ കോളേജിലാണ് ഞാൻ പഠിച്ചത്. 2 വർഷം പമ്പ കോളേജിൽ. ശരിക്കും പറഞ്ഞാൽ സ്കൂൾ കാലഘട്ടത്തിൽ നിന്നും കോളേജിലെ ആ ഒരു കാലഘട്ടത്തിലോട്ടുള്ള ആ ഒരു കയറ്റം എന്ന് പറയുന്നത് ശരിക്കും ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടാക്കിയതാണ്. കാരണം സ്കൂൾ ലൈഫിൽ ഇംഗ്ലീഷ്, ഞാൻ മലയാളം മീഡിയത്തിലാണ് പഠിച്ചത്. ഇംഗ്ലീഷിന് കുറച്ചുകൂടെ പ്രാതിനിധ്യം കൊടുത്തുകൊണ്ടാണ് പമ്പ കോളേജിൽ നല്ല രീതിയിലുള്ള പഠിത്തമായിരുന്നു അത്. അതുകൊണ്ട് കുറച്ചുകൂടെ ഇംഗ്ലീഷിന് അറിവ് കൂടുതൽ കിട്ടുകയും ഇംഗ്ലീഷ് പുസ്തകങ്ങൾ കൂടുതൽ വായിക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്തു. അതിനുശേഷം അവിടെ തന്നെ, അതും പ്രീ ഡിഗ്രിക്കും നല്ല മാർക്കോടുകൂടി വിജയിച്ചു. അവിടെ തന്നെ BSc ബോട്ടണിക്ക് വീണ്ടും ജോയിൻ ചെയ്തു. ഞാൻ എൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസം ഏവൂർ LP സ്കൂൾ ഏവൂരും ഹൈസ്കൂൾ UP ചേപ്പാടും, ദെൻ കോളേജ് സ്റ്റഡീസ് പന്തളം, ദെൻ PG കായംകുളം. ഇങ്ങനെയാണ് പഠിച്ചത്. കൊമേഴ്സ് ആയിരുന്നു. കൊമേഴ്സ് PG ചെയ്തു. പഠിക്കുന്ന സമയം തൊട്ടേ എല്ലാ ആക്ടിവിറ്റീസിലും മുൻപന്തിയിലായിരുന്നു. മറ്റേ സ്പോർട്സിനോട് ഭയങ്കര ആഗ്രഹമായിരുന്നു. സ്പോർട്സിലും ഗവൺമെൻറ് സ്കൂളായതുകൊണ്ട് സ്പോർട്സിന് മറ്റേ ആക്ടിവിറ്റീസിനൊന്നും ഇല്ലായിരുന്നു. പിന്നെ കോളേജ് കാലങ്ങളിൽ NCC NSSലൊക്കെ മുൻപന്തിയിൽ NCCC സർട്ടിഫിക്കറ്റ് ഹോൾഡർ ആയിരുന്നു. അതിൽ ഹൈറ്റ് ഇല്ലാത്ത ഒരു കാരണം ആ ഒരു ഫീൽഡിലേക്കും, ആർമി ഇഷ്ടമായിരുന്നെങ്കിൽ ആ ഒരു ഫീൽഡിലേക്കും എത്താൻ പറ്റിയിരുന്നില്ല. എൻ്റെ ഒരു വലിയൊരു ഡ്രീം ആയിരുന്നു, എനിക്കൊരു ഡാൻസർ ആകണം എന്നുള്ളതിൻ്റെ ഒരു ഡ്രീമായിരുന്നു. പിന്നെ എൻ്റെ BSc കഴിഞ്ഞതിന് ശേഷം എനിക്ക് LLB എടുക്കണമെന്ന് എനിക്കൊരു ആഗ്രഹമായിരുന്നു. എനിക്ക് IAS ആയിരുന്നു എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ലക്ഷ്യം. എനിക്ക് PG ചെയ്യണമെന്നും ഒരു സിവിൽ സർവീസ് മേഖലയിലേക്ക് കടക്കണമെന്നുമായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. അതിന് പറ്റിയില്ല എങ്കിൽ എനിക്ക് നല്ലൊരു ടീച്ചറായി തീരണം, ഒരു ഹയർ സെക്കൻഡറി അധ്യാപികയാകണം എന്നുള്ളതൊരാഗ്രഹം ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്കൊരു IAS ഓഫീസർ ആകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. വലിയ വലിയ ആഗ്രഹങ്ങളൊക്കെ ആയിരുന്നു. പഠന ഫുൾ സ്റ്റോപ്പ് ഇടാനുള്ള കാരണം വിവാഹം തന്നെയാണ്. അത് കഴിഞ്ഞിട്ടുള്ള തുടർ പഠനത്തിനൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ സാമ്പത്തികം വലിയൊരു വിഷയമായിരുന്നു. അതുപോലെ മാര്യേജ് കഴിഞ്ഞ പിന്നെ പഠനം ഉപേക്ഷിക്കേണ്ടി വന്നു. ജോലിക്ക് പോലും പോകാനില്ലാത്ത ഒരു അവസ്ഥ. പിന്നെ കുഞ്ഞുങ്ങളായി, അത് കാരണം പിന്നെ ഇടയ്ക്ക് ഞാനൊരു MBA ചെയ്തു. 1 വർഷം ഫസ്റ്റ് ഇയർ എഴുതിയെടുത്തു. സെക്കൻഡ് ഇയർ ആയപ്പം മോള് ജനിച്ചു. അത് കാരണം അതും ലീവ് ചെയ്തു. പിന്നെ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചു. ഒരുപാട് സ്വപ്നങ്ങളുള്ള ഒരു വ്യക്തിയായിരുന്നു ഞാൻ. പക്ഷേ വിവാഹത്തോടുകൂടി എൻ്റെ കരിയർ ഏകദേശം സ്റ്റോപ്പായ ഒരു അവസ്ഥയിലായിരുന്നു. വിവാഹം കഴിഞ്ഞതിന് ശേഷം തുടർന്നും പഠിക്കാമെന്നും ജോലിക്ക് വിടാമെന്നും ഒക്കെയുള്ള ഒരു മോഹന സുന്ദര വാഗ്ദാനങ്ങളുമായിട്ടാണ് ഭർത്തൃ വീട്ടുകാർ എന്നെ സമീപിച്ചിരുന്നത്. എന്നാൽ വിവാഹശേഷം ആദ്യത്തെ ഒരു പ്രധാന പ്രശ്നം എന്നെ പഠിക്കാൻ വിടുകയില്ല എന്നുള്ളതായിരുന്നു. അതിനുശേഷം ജോലിക്കും ശ്രമിക്കേണ്ട, ജോലിക്ക് വിടത്തില്ല എന്നുള്ളതായിരുന്നു. പക്ഷേ ഞാൻ വീട്ടുകാരറിയാതെ PSc പരീക്ഷ 1-2 എണ്ണം എൻ്റെ അമ്മയുടെയൊക്കെ സഹായത്തോടുകൂടി എഴുതുകയും ലിസ്റ്റിൽ വരികയും ചെയ്തെങ്കിലും ജോലിക്ക് വിടത്തില്ല എന്നുള്ള ഒരു നിർബന്ധ ബുദ്ധി എൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാർക്കുണ്ടായിരുന്നതുകൊണ്ട് എനിക്ക് ജോലിക്ക് പോകാൻ പറ്റിയിട്ടില്ലായിരുന്നു. 1 വർഷക്കാലം കോളേജ് ലൈഫ് നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് വരുന്ന സമയത്താണ് 19ാമത്തെ വയസ്സിൽ എൻ്റെ വിവാഹം.
ശരിക്കും എനിക്ക് ഒത്തിരി ഒരു ഫീൽ ചെയ്ത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ കോളേജ് ലൈഫ് 3 വർഷക്കാലം എൻജോയ് ചെയ്യാൻ പറ്റാതെ പോയി. അതെനിക്ക് ഭയങ്കര ഫീലിംഗ് ആയിരുന്നു. അതിനുശേഷം വിവാഹത്തിലേക്ക് കയറി. വിവാഹത്തെ തുടർന്ന് അതിനുശേഷം എൻ്റെ ഹസ്ബൻഡ് നല്ലൊരു ആളായതുകൊണ്ട് വീണ്ടും എന്നെ തുടർന്ന് പഠിപ്പിക്കാനും സമ്മതിച്ചു. അദ്ദേഹം വീണ്ടും എന്നെ പഠിപ്പിക്കാൻ കോളേജിൽ അയച്ചു. പക്ഷേ ഒരു 3 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ പ്രഗ്നൻ്റ് ആയി. അതേ തുടർന്ന് പിന്നെ വൊമിറ്റിങ്ങും ശാരീരിക ബുദ്ധിമുട്ടുകളും ആയിക്കഴിഞ്ഞ് ഒട്ടും എനിക്ക് കോളേജിൽ പോകാൻ പറ്റാത്ത അവസ്ഥയായി. അപ്പോൾ അതേ തുടർന്ന് എൻ്റെ പഠിത്തം അവിടെ വെച്ച് നിർത്തിയാണ്. ശരിക്കും സിവിൽ സർവീസ് ഒരു വലിയ മോഹമായിരുന്നു. സാമ്പത്തിക പ്രശ്നം കാരണം അത് പിന്നെ ഉപേക്ഷിക്കുക, അങ്ങനെ ടീച്ചിങ്ങിലേക്ക് മാറുകയാണ് ചെയ്തത്. ആ സമയത്താണ് വിവാഹവും. എന്നാൽ അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല, കാരണം എം.എഡ് എം.ഫിൽ ഒക്കെ എടുക്കണം, അങ്ങനെ ഒരു ആഗ്രഹമൊക്കെ ആയിട്ട് അങ്ങനെയും വന്നു. അപ്പം അവർ പഠിപ്പിക്കാമെന്നുള്ള ഒരിതിലാണ് അങ്ങോട്ട് വിവാഹത്തിനൊക്കെ സമ്മതിച്ച്. വിവാഹത്തിന് ശേഷം ഇതൊന്നുമേ നടന്നില്ല. ജോലിയുമില്ല, പഠിത്തവുമില്ലായിരുന്നു. എനിക്ക് വീണ്ടും സെക്കൻഡ് ഇയർ വീണ്ടും ഞാൻ 2 ബാച്ച് താഴെയുള്ള കുട്ടികളുടെ കൂടെ വീണ്ടും കയറി പഠിച്ചു. അങ്ങനെ ഡിഗ്രി ഞാൻ കംപ്ലീറ്റ് ചെയ്തു. മോളുള്ളപ്പം മോളെയും കൊണ്ടാണ് ഞാൻ പഠിച്ചതും. എനിക്ക് 70% മാർക്കോടുകൂടി ഞാൻ BSc പാസ്സായി. അതിനുശേഷം MScക്ക് ജോയിൻ ചെയ്തു. അങ്ങനെ ലൈഫ് വിദ്യാഭ്യാസം തരുന്നതിന് എൻ്റെ ഹസ്ബൻഡോ അല്ല എൻ്റെ ഹസ്ബൻഡിന്റെ വീട്ടുകാരോ ഒന്നും യാതൊരു പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല. എനിക്ക് വിദ്യാഭ്യാസം കിട്ടുന്നുണ്ടായിരുന്നു. പക്ഷെ എൻ്റെ ഏറ്റവും വലിയ ഒരു വിഷമം എന്നൊരു ഫീലിംഗ് എന്ന് പറയുന്നത് എനിക്കെൻ്റെ കോളേജ് കാലഘട്ടത്തിലെ 1 വർഷം മാത്രമേ തുടർച്ചയായിട്ട് വന്ന് എൻ്റെ കൂട്ടുകാരുമൊത്ത് എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റൂ. ഞാൻ 10ാം ക്ലാസ് പാസ്സായി കഴിഞ്ഞപ്പോൾ നേഴ്സിങ്ങിന് പോയി. 2 വർഷം ANM എന്നും പറഞ്ഞൊരു കോഴ്സ് ഉണ്ടായിരുന്നു. ആ കോഴ്സിന് പോയി. അത് പാസ്സായി കഴിഞ്ഞ് പിന്നെ 1 വർഷത്തെ അവിടെ റാന്നി മർത്തമ ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നു. അവിടെ ഞാൻ പിന്നെ ട്രെയിനിങ് ചെയ്ത് കഴിഞ്ഞ് സേലത്ത് സുഹാലയ എന്നും പറഞ്ഞൊരു ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നു. അവിടെ 9 വർഷം ജോലി ചെയ്തു. പിന്നെ എൻ്റെ ജോലി ഉണ്ടായിരുന്നു. നേഴ്സിങ് 4-5 വർഷം ജോലി ചെയ്തു. ബോംബെയിലായിരുന്നു. പഠിച്ചു കഴിഞ്ഞിട്ട് നേഴ്സിംഗ്, അന്നത്തെ കാലത്തെ നേഴ്സിംഗ് പഠിച്ചു. പിന്നെ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് പോകാൻ പറ്റിയില്ല. അത് കഴിഞ്ഞിട്ട് കുറച്ചുനാൾ സ്റ്റോപ്പ് ചെയ്തു. ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ 10 പൈസ എടുക്കാനുണ്ട്. മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കേണ്ട കാര്യം വന്നിട്ടില്ല. നമ്മുടെ സാഹചര്യത്തിനകത്ത് നമുക്ക് ജീവിക്കാൻ 10 പൈസ നമ്മുടെ കയ്യിൽ നമ്മുടെ ആവശ്യങ്ങൾക്ക് കാണും. മൊത്തം 13 വർഷം ജോലി ചെയ്തു. അത് കഴിഞ്ഞാണ് എനിക്ക് ഒരു വിവാഹാലോചനയൊക്കെ വന്ന്. കല്യാണം കഴിഞ്ഞ് വന്ന് പിന്നെ തിരിച്ച് മദ്രാസിൽ പോയി ഒരു ഹോസ്പിറ്റലിൽ ജോലി ചെയ്തു. അവിടെ 7 മാസം ജോലി ചെയ്തു. അവിടെ ജോലി ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വെച്ചാണ് ഞാൻ പ്രഗ്നന്റ് ആകുന്നത്. അന്നേരം പിന്നെ എനിക്ക് അവിടെ വെച്ച് ഭയങ്കര ഛർദിലും ജോലി കണ്ടിന്യൂ ചെയ്യാൻ വയ്യാത്ത ഭയങ്കര അവസ്ഥയായിപ്പോയി. മാക്സിമം ട്രൈ ചെയ്ത് നോക്കി. ഒരു 3 മാസം പിടിച്ചു നിന്ന്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനങ്ങ് വല്ലാതെ അങ്ങനെ കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോയി. 2 പെൺകുഞ്ഞുങ്ങൾ, പിന്നെ അവരുടെ വിദ്യാഭ്യാസവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് എനിക്ക് ജോലിയുമായിട്ടുള്ള ഒരു ഇതിന് പോകാൻ പറ്റിയിട്ടില്ല. പിന്നെ അടുത്ത കാലത്താണ് ഇതുപോലെ ഒരു കടയിലാണെന്നുണ്ടെങ്കിൽ ജോലിക്ക് കയറിയത്. പിന്നെ അങ്ങനെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. കുഞ്ഞുങ്ങളൊക്കെ ആയി കഴിയുമ്പോൾ പിന്നെ പിള്ളേരുടെ കാര്യം നോക്കണ്ടേ. അപ്പോൾ പിന്നെ നമുക്ക് പറ്റത്തില്ലല്ലോ പിന്നെ ജോലിക്കൊന്നും പോകാൻ. അപ്പം അങ്ങനെ ഹൗസ് വൈഫായിട്ട് തുടരുന്നു. പ്രത്യേകിച്ച് ഇപ്പം 2ാമതൊരു കുഞ്ഞുണ്ട്. അതുകൊണ്ട് ഒട്ടും ഇനിയിപ്പോൾ ഒരു ജോലിക്കും പോകാൻ ഇപ്പം പറ്റത്തില്ല. എനിക്കൊരു ജോലി വേണം എന്നുള്ളൊരാഗ്രഹമേ ഉള്ളായിരുന്നു. പ്രത്യേകിച്ച് അങ്ങ് എന്താവണം എന്നുള്ള ആഗ്രഹമൊന്നുമില്ല. ഒരു ജോലി സ്വന്തം കാര്യം നിൽക്കാനായിട്ടുള്ളൊരു ഇത് വേണം, അതൊരാഗ്രഹമേ ഉള്ളായിരുന്നു. അങ്ങനൊരു അവസരം ഇനി ഉണ്ടായാൽ കണ്ണടച്ച് പറയും സിവിൽ സർവീസ് തന്നെ. അങ്ങനെ സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യണമെന്ന് ആഗ്രഹം. ഇനിയൊരു അവസരം കിട്ടുവാണെങ്കിൽ എനിക്ക് വക്കീലാകണം. ആ ഡ്രീം എനിക്ക് സാധിക്കണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. അവസരം കിട്ടിയിരുന്നെങ്കിൽ ആ നേഴ്സിംഗ് തന്നെ തുടർന്ന് നേഴ്സായിട്ട് തന്നെ ജോലി
ചെയ്യാൻ താല്പര്യമായിരുന്നു. അവസരം കിട്ടിയിരുന്നെങ്കിൽ പോയേനെ. അതൊന്ന് അപ്പം നമുക്ക് അതിന് സാഹചര്യം ഒത്തില്ലല്ലോ, അതുകൊണ്ട് പോകാൻ പറ്റാഞ്ഞ്. ജോലി കാരണം ഞാൻ ഏറ്റവും ആഗ്രഹിച്ചൊരു ജോലിയായിരുന്നു നേഴ്സെന്ന് പറഞ്ഞ്. അത് ജോലി ചെയ്തപ്പോൾ ഞാൻ വലിയ ഹാപ്പി ആയിരുന്നു. 10-15 വർഷം ജോലി ചെയ്തപ്പോൾ എനിക്കിഷ്ടമായിരുന്നു. കാരണം പേഷ്യന്റുമായിട്ട് ഇടപെടാനും എല്ലാവരും. ഇപ്പോഴും ഞാൻ ആരെങ്കിലും വന്ന് എന്നെ വിളിച്ചാൽ ഞാൻ അതിന് പോകുന്നുണ്ട്. ഇത് ഇഞ്ചക്ഷൻ ഇടാനും കെയർ ചെയ്യാനും ഒക്കെ എന്നെ വിളിക്കുവാണെങ്കിൽ ഞാൻ പോയി, ഒന്നും പൈസ ഒന്നും വാങ്ങിക്കാതെ ഞാൻ പോയി എൻ്റെ ഇത് വെച്ചാൽ ഞാനെല്ലാം ചെയ്തൊക്കെ കൊടുക്കുന്നുണ്ട്. ഇപ്പോഴും ഞാൻ അതൊക്കെ ചെയ്യുന്നുണ്ട്.